പാലും പാൽപ്പൊടിയും ഉണ്ടോ? നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൽപ്പേടന്റെ റെസിപ്പി നോക്കാം. പാൽപ്പേട എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ആണല്ലോ അല്ലേ? പണ്ട് സ്കൂളിലൊക്കെ പോണ സമയത്ത് ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അത്രക്കും ടേസ്റ്റുമാണ് അത്. അപ്പൊ നമുക്കത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര അളവിൽ വേണോ അതിനനുസരിച്ചിട്ടുള്ള മിൽക്കും ഒക്കെ എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. എനിക്കിപ്പോ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരം എനിക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമുക്കിതിന്. ഇനി ഇത് നല്ലതുപോലെ കുറുക്കി എടുക്കണം. നന്നായിട്ട് കുറുകിയിട്ട് ഈ ഒരു പരുവാകുമ്പോൾ സ്റ്റൗന്ന് എടുക്കട്ടോ. ഇനി ഇത് നല്ലതുപോലെ ചൂടാറാൻ പാടില്ല. ഒരു മീഡിയം ഒരു ചൂടിലിട്ടിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പത്തെ മക്കൾക്കൊക്കെ ഇത് അറിയോന്നാവോ, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ട് കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ഞാനിതിൻ്റെ മേലെ ഒരു പിസ്തയാണ് വെച്ച് കൊടുക്കുന്നത്, ഒരു രസത്തിന് കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ല സിമ്പിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ബൈ.